നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറുമായി ബന്ധപ്പെട്ട് നമ്മളിന്ന് നോക്കുന്ന ടോപ്പിക് പൊളാരിറ്റി ഇൻ ആർക്ക് വെൽഡിംഗ്. പൊളാരിറ്റി എന്ന് പറയുന്നത് ഒരു വെൽഡിംഗ് സർക്യൂട്ടിലെ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ കാണിക്കുന്നതിനെയാണ് പറയുന്നത്. ഓക്കെ, പൊളാരിറ്റി ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ഇൻ ദി വെൽഡിംഗ് സർക്യൂട്ട്. പൊളാരിറ്റി നമ്മൾ പ്രധാനമായും പറയുന്നത് ഡി സി കറൻറ്റുമായാണ്. അതായത് എ സിയുടെ കാര്യത്തിൽ അത് ബാധകമല്ല, അത് വഴിയെ പറയാം. ഡി സി കറൻറ്റ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ സാധാരണ കൺവെൻഷണൽ തിയറി പ്രകാരം പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, പോസിറ്റീവ് ടു നെഗറ്റീവ് നോർമലി പറയുന്നതാണ്. പക്ഷേ ആക്ച്വൽ ഇലക്ട്രോണിക്സ് തിയറി അനുസരിച്ച് എന്താണ്, ഡി സി കറൻറ്റ് എപ്പോഴും നെഗറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവാണ് പാസ് ചെയ്യുന്നത്. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്കാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, പഴയ മെഷീൻസിൽ ഇലക്ട്രോഡിലേക്കുള്ള കേബിളും എർത്ത് കേബിളും പരസ്പരം മാറ്റി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്തിരുന്നത്. പഴയ മെഷീൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ലേറ്റസ്റ്റ് മെഷീൻസിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്വിച്ച് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ മെഷീൻസിൽ നമ്മൾ കേബിളുകൾ മാറ്റി കൊടുത്താണ് പൊളാരിറ്റി ചേഞ്ച് ചെയ്തിരുന്നത്. ലേറ്റസ്റ്റ് മെഷീൻസിൽ അതിന് സ്വിച്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ ആക്ച്വൽ തിയറി അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവാണ്. എ സി കറണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പൊളാരിറ്റി യൂസ് ചെയ്യാറില്ല. കാരണം അവിടുത്തെ പവർ സോഴ്സ് അതിൻ്റെ പോൾസ് ഫ്രീക്വൻ്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ എ സി സപ്ലൈയിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഡയറക്ഷൻസ് മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളവിടെ പൊളാരിറ്റി എന്ന് പറയുന്ന ആ കേസ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഡി സി വെൽഡിങ്ങിലാണ് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഡി സി വെൽഡിങ്ങിൽ 2/3 ഓഫ് ദ ഹീറ്റ് ഈസ് ലിബറേറ്റഡ് ഫ്രം പോസിറ്റീവ് എൻഡ് ആൻഡ് 1/3 ഫ്രം ദ നെഗറ്റീവ് എൻഡ്. നമ്മളിങ്ങനെ പൊളാരിറ്റി യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കാരണം തന്നെ ഇതാണ്. കാരണം ഇവിടെ 2/3 ഭാഗം ഹീറ്റും ഉണ്ടാകുന്നത് പോസിറ്റീവ് എൻഡിലാണ്, പോസിറ്റീവ് ടെർമിനലിലാണ്. നെഗറ്റീവ് ടെർമിനലിൽ 1/3 ഹീറ്റ് മാത്രമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ അഡ്വാൻറ്റേജ്, അതായത് ഈക്വൽ അല്ലാതെ ഒരു സ്ഥലത്ത് കൂടുതലും കുറവായിട്ട് വരുന്ന ഈ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൊളാരിറ്റി ഉപയോഗിക്കുന്നത്. അതായത് ഇലക്ട്രോഡിൽ കൂടുതൽ ഹീറ്റ് വേണോ, ബേസ് മെറ്റലിൽ കൂടുതൽ ഹീറ്റ് വേണോ എന്നുള്ളതനുസരിച്ച് നമുക്ക് പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതാണ് വെൽഡിങ്ങിലുള്ള പൊളാരിറ്റിക്കുള്ള ഇമ്പോർട്ടൻസ്. ഇനി പൊളാരിറ്റി 2 തരത്തിലുണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് പൊളാരിറ്റി ഓർ ഇലക്ട്രോഡ് നെഗറ്റീവ്, ഷോർട്ടായിട്ട് അവിടെ DCEN. DC എന്ന് പറയുന്ന കറണ്ട്, ഇലക്ട്രോഡ് നെഗറ്റീവ്. സ്ട്രെയിറ്റ് പൊളാരിറ്റി ഓർ ഇലക്ട്രോഡ് നെഗറ്റീവ്. 2 റിവേഴ്സ് പൊളാരിറ്റി ഓർ ഇലക്ട്രോഡ് പോസിറ്റീവ്, DCEP എന്ന് പറഞ്ഞാൽ അവിടെ DC നമ്മുടെ കറണ്ടാണ്, EP ഇലക്ട്രോഡ് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ എന്താണ് ഇലക്ട്രോഡ് നെഗറ്റീവ് എന്നതിന് പറയാൻ കാരണം എന്താണ്? സ്ട്രെയിറ്റ് പൊളാരിറ്റിയെ ഇലക്ട്രോഡ് നെഗറ്റീവ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ DC സപ്ലൈയുടെ
നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്നത് എവിടേക്കാണ്? ഇലക്ട്രോഡിലേക്കാണ്. പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യുന്നത് എർത്ത് ക്ലാമ്പായിട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് സ്ട്രെയിറ്റ് പൊളാരിറ്റി. ശ്രദ്ധിക്കുക, സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് നെഗറ്റീവ് എന്നാണ് പറയുന്നത്. ഷോർട്ടായിട്ട് DCEN എന്ന് പറയുന്നുണ്ട്. EN എന്ന് പറയുന്നത് ഇലക്ട്രോഡ് നെഗറ്റീവ് ആണ്. ഇത് ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്. ഓക്കെ, ഇലക്ട്രോ നെഗറ്റീവ്, അത് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ കേസിൽ റിവേഴ്സ് പൊളാരിറ്റി, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഇലക്ട്രോഡ് പോസിറ്റീവ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇലക്ട്രോഡ് ഏത് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? പോസിറ്റീവ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ എർത്ത് ക്ലാമ്പാണ് എന്ത്? നെഗറ്റീവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രോഡ് പോസിറ്റീവ് ഓർ റിവേഴ്സ് പൊളാരിറ്റി, DCEP, ഇലക്ട്രോഡ് പോസിറ്റീവ്. ഓർക്കുക. അപ്പോൾ ഇതാണ് രണ്ട് തരത്തിലുള്ള DCയിലുള്ള പൊളാരിറ്റി. ഏറ്റവും എളുപ്പമായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ ഇലക്ട്രോഡ് നെഗറ്റീവ് ആയിരിക്കും, റിവേഴ്സ് പൊളാരിറ്റിയിൽ ഇലക്ട്രോഡ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. അടുത്തത് സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. എന്തിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? അതായത് ബെയർ എന്ന് പറഞ്ഞാൽ ഒരു കോട്ടിങ്ങും ഇല്ലാത്തത്, അല്ലെങ്കിൽ ലൈറ്റ് കോട്ടഡ്, അതുപോലെ മീഡിയം കോട്ടഡ്, ഇത്തരത്തിലുള്ള ഇലക്ട്രോഡുകൾ യൂസ് ചെയ്ത് വെൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ട്രെയിറ്റ് പൊളാരിറ്റി യൂസ് ചെയ്യാറുണ്ട്. ഒന്നല്ലെങ്കിൽ കോട്ടിംഗ് ഇല്ലാത്തത്, അല്ലെങ്കിൽ ലൈറ്റ് കോട്ടഡ്, മീഡിയം കോട്ടഡ്, ഇത്തരത്തിലുള്ള എല്ലാ തരത്തിനും നമ്മൾ സ്ട്രെയിറ്റ് പൊളാരിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തിക്കർ സെക്ഷൻസിൽ, ഡൗൺ ഹാൻഡ് പൊസിഷൻസിൽ വെൽഡ് ചെയ്യുന്നതിന്, അതിന് കാരണം ടു ഒബ്റ്റൈൻ മോർ ബേസ് മെറ്റൽ ഫ്യൂഷൻ. ഓക്കെ, റിവേഴ്സ് പൊളാരിറ്റി എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? നോൺ ഫെറസ് മെറ്റൽസ് വെൽഡ് ചെയ്യുന്നതിന്, കാസ്റ്റ് അയൺ വെൽഡിങ്, ഹെവി അല്ലെങ്കിൽ സൂപ്പർ ഹെവി കോട്ടഡ് ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യാൻ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഓവർഹെഡ് പൊസിഷൻ വെൽഡിങ്ങിന്, അതുപോലെ ഷീറ്റ് മെറ്റൽ വെൽഡിങ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.